എൻ്റെ ഏറ്റവും വലിയ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ ബെക്കാഡി കമ്പനിക്കാർ, അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള ബെക്കാഡി കമ്പനിക്കാർ വീര്യം കൂടിയിട്ടുള്ള മദ്യം തന്നെ വിതരണം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. ഈ സംശയത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ, അദ്ദേഹത്തിന് 3000 രൂപ പെൻഷനൊന്നും കൂട്ടാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ളൊരു നടപടി എടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പാവം പിടിച്ച ബെക്കാഡി കമ്പനിക്കാർക്ക്, അവർക്ക് 170 രാജ്യങ്ങളിൽ അവർ ബിസിനസ് നടത്തുന്നതാണ്. 200-ലധികം ബ്രാൻഡുകളുള്ള കമ്പനിയാണ്. അവർ ക്യൂബയിലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിലും അവർ ബേസിക്കലി സ്പെയിനിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ അവർ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും കണ്ട് നോർത്ത് അമേരിക്കയിലെ അവരുടെ സെയിൽസിൽ വലിയ കുറവ് വന്നിരുന്നു. ആ കുറവ് വന്നതൊക്കെ കണ്ട് അതൊന്ന് നികത്താൻ വേണ്ടിയിട്ട് അവരിവിടുത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു. ആ ഗവൺമെൻറ്റിനെ സമീപിച്ചത് 2023 ഫെബ്രുവരി 2-നാണ്. പക്ഷേ അന്നേരം പിണറായി വിജയനാണ് അധികാരത്തിലിരുന്നത് എന്നുള്ളതുകൊണ്ട് ആ അപേക്ഷയിന്മേൽ ഒരു നടപടിയും എടുത്തില്ല. കാരണം ടാക്സ് കുറച്ച് തരണം എന്നാണ് അവർ പറഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കുറച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കുറച്ച് കൊടുത്തില്ല, ഒരു നടപടിയും എടുത്തില്ല. പക്ഷെ അതുകൂടാതെ അവർ പ്രതിപക്ഷ നേതാവിനെ സമീപിച്ചിട്ടുണ്ടാകണം. കാരണം അതുകൊണ്ട് നിയമസഭയിൽ ഒരു ചോദ്യം വന്നു, ഇങ്ങനെ ബെക്കാഡി കമ്പനിക്കാർ നിങ്ങൾക്ക് അപേക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപേക്ഷ തന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഉടനെ തന്നെ ആ പണി ചെയ്യാൻ നിൽക്കരുത്, അത് നിങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അഴിമതി ആയിരിക്കും, അത് ഈ ഇലക്ഷൻ ആകുമ്പോൾ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, ആ പണിക്ക് നിൽക്കരുത്, ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളത് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്യാം എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ഇത് കുറച്ച് കൊടുത്താൽ തന്നെ അഴിമതിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം ആ വി.ഡി. സതീശൻ അധികാരമേറ്റു. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാകുന്നത്. അപ്പോഴാണ് വീര്യം കൂടിയ എന്തോ ഇനി ബെക്കാഡി കമ്പനിക്കാർ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കൊടുത്തോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്നു. സാധാരണ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ ഒരു സാധാരണ നമ്മളറിയേണ്ട ഒരു ജാതി സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ നാളെ മറ്റന്നാളൊന്നും മാറാൻ പോണില്ലല്ലോ, എല്ലാവർക്കും ഒരേ ജാതിയൊക്കെ തന്നെ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ജാതി. പക്ഷെ അതിന് പോലും പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയും നമ്മളെ നടത്തിക്കും, അതിനുശേഷമാണ് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിൽ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും പറയണ്ട. പാവം പിടിച്ച വല്ല പിള്ളേർ 10th കഴിഞ്ഞ് +2-ലേക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയാൽ പോലും അവർ വന്ന് വില്ലേജ് ഓഫീസിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലൊക്കെ പോയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പലപ്പോഴും സെക്രട്ടേറിയറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ചെരുപ്പുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. കാരണം നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ തേഞ്ഞാൽ മാത്രമേ പലപ്പോഴും ഫയലുകളൊക്കെ നീങ്ങാറുള്ളൂ. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ അതിന് കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് വന്നു. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. അപ്പോൾ ഫയലുകൾ ആരുടെ മുമ്പിലാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞിരുന്നു, ഓരോ ഫയലിലും ഉള്ളത് ഒരു ജീവിതമാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഉപദേശം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കാളൊക്കെ നിരവധി പ്രായം കുറവുള്ള വി.ഡി. സതീശൻ വളരെ കൃത്യമായി കേട്ടു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ബെക്കാഡിക്കാരുടെ വീര്യം കൂടിയ സാധനം കൂടി കിട്ടിയതുകൊണ്ടായിരിക്കണം. കാരണം മെയ് 19-നാണ് വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തത്. അപ്പം വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ 2023 ഫെബ്രുവരി മുതൽ 2026 ഏപ്രിൽ മെയ് വരെ അനക്കമില്ലാതെ കിടന്ന ഫയൽ പൊടുന്നനെ അങ്ങോട്ട് ജീവൻ വെക്കുകയാണ്. ആ പൊടുന്നനെ ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രത്തൻ കേൽക്കറെ തന്നെ അവിടെ നിയമിച്ചിട്ടുള്ളത്. രത്തൻ കേൽക്കർ നേരത്തെ ടാക്സ് സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ തന്നെ ഇത് കണ്ടിട്ടുണ്ട് ഈ ഫയൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഗുട്ടൻസും ഉദ്ദേശവും ഗുണവും ദോഷവും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തോട് ആരും പഠിപ്പിക്കണ്ട. പിന്നെ അദ്ദേഹം വീര്യം കൂടിയത് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പാടില്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 21-ാം തീയതി 19-ാം തീയതി അധികാരം ഏറ്റെടുത്തു. 19-ാം തീയതി കുറച്ച് തിരക്കൊക്കെ ആയിരുന്നല്ലോ, അന്ന് ആകെ വലിയ തിരക്കിലായിരുന്നു വി.ഡി. സതീശൻ. നമുക്കറിയാം സത്യപ്രതിജ്ഞയായി കഴിയുമ്പോൾ തന്നെ വൈകുന്നേരമായി. അന്ന് അദ്ദേഹം ടയർഡായി കിടന്നുറങ്ങി. പക്ഷേ ഒരൊറ്റ ദിവസം മെയ് 20-ാം തീയതി എന്ന് പറയുന്ന ഒരൊറ്റ ദിവസം കൊണ്ടിട്ട് ഈ ഫയലിന് ജീവൻ വെച്ചു. മെയ് 21-ാം തീയതി ഫയൽ CM-ന്റെ മുമ്പിലേക്ക് എത്തി. നിങ്ങളറിയേണ്ടത് ബാക്കിയുള്ള എല്ലാ കടമ്പകളും കണ്ടിട്ട് CM-ന്റെ മുമ്പിലേക്ക് എത്തി. വെറും 2.5 മണിക്കൂർ കൊണ്ട് CM ഇതിന്മേൽ ഒരു തീരുമാനമെടുത്തു. തീരുമാനമെടുത്തതിന് ശേഷം ജൂൺ 14-ന് 10-12-നാണ് ഇതിൻ്റെ പുറത്ത് ഒരു CM ഒരു ഫൈനൽ ഏറ്റവും ഒടുവിൽ ആദ്യം തീരുമാനമെടുത്തു. അതിനുശേഷം വീണ്ടും പോയിട്ട് കറങ്ങി വന്നതിന് ശേഷം ജൂൺ 14-ന് രാത്രി 10-12-ന് നിന്ന് ഫയൽ നോക്കി. ആ ഫയൽ നോക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ, അദ്ദേഹത്തിനൊക്കെ ശുഷ്കാന്തി നിങ്ങൾ കാണണം. 10 മണിക്കാണ് ഓഫീസ് ടൈം, പക്ഷേ അദ്ദേഹം വന്ന് 8:45-ന് തന്നെ
രാവിലെ വന്നു. അങ്ങനെ ജൂൺ 19 ഇളവ് പ്രഖ്യാപിച്ചു. നിങ്ങൾ അറിയേണ്ടത് ബഡ്ജറ്റിൽ ഇളവ് പ്രഖ്യാപിക്കുകയാണ് ടാക്സിന്. എന്ന് പറഞ്ഞാൽ ശരവേഗത്തിലാണിത് പോയത്. ഈ വേഗം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഫയലുകൾ ഏതോ ഡ്രോണിൻ്റെ പുറത്ത് വെച്ചിട്ട് പോയത് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. കാരണം ഓരോ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് 1 മിനിറ്റ് 2 മിനിറ്റും ഒക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചാടിപ്പിടിച്ചിട്ടാണ് ഇത് ഒപ്പിട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ചാടാനുള്ള ഒരു ഉത്തേജകം പ്രത്യേകിച്ചും ഉണ്ടാകും. കാരണം ബെക്കാഡി എന്നൊക്കെ പറയുമ്പോൾ, ബെക്കാഡി വൈറ്റ് റം എന്നൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉത്തേജനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അല്ലാതെ മറ്റേ വീട് വെക്കാനുള്ള ഫയല്, മനസ്സിലായ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടുള്ള ഫയല്, അല്ലെങ്കിൽ മറ്റേ വയനാട്ടിലെ പുനരധിവാസമൊക്കെ ഇപ്പോൾ എല്ലാവരും വിട്ടിട്ടാണ്. കാരണം കോൺഗ്രസ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വീടൊന്നും അവിടെ ഇല്ല. അവിടെ സ്ഥലം മേടിച്ചിട്ടിട്ട് ഇതേവരെ അതിൻ്റെ പുറത്തൊരു കല്ല് പോലും വെച്ചിട്ടില്ല. പോട്ടെ, ഈ പറയുന്ന പോലെ ഒരു പൂഴിമണ്ണ് പോലും അപ്പുറത്തെ സൈഡിൽ നിന്നെങ്ങാനും വാരിയിട്ടിട്ടില്ല. പക്ഷേ അതൊക്കെ സർക്കാരും വിട്ടു, ഗവൺമെൻറ്റും ഒക്കെ വിട്ടു, എല്ലാവരും തന്നെ വിട്ടു. ഇനിയിപ്പോൾ ഇവർ വന്നാൽ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വയനാട് പുനരധിവാസമായിരിക്കും. അവിടെ ബാലൻസ് തീരാനുള്ള വീടുകൾ കൂടി പണിത് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞാൽ. അപ്പോൾ അത്തരം ഫയലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡള്ളായിട്ടുള്ള ഫയലാണല്ലോ, ഒരു ഡാർക്കാണ് ഫയൽ. നമ്മളിപ്പോൾ ഒരു പുതിയ ജനറേഷനൊക്കെ ഡാർക്ക് സീനാണ് അതൊക്കെ. അപ്പോൾ ആ ഡാർക്ക് സീനൊക്കെ വിട്ടിട്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു കുളിര് കോരും നമുക്ക്. കാരണം ബെക്കാഡിയാണ്, കൂടാതെ 200-ലധികം ബ്രാൻഡ് ഉണ്ട്. വേണമെങ്കിൽ പല ബ്രാൻഡ് മാറ്റി പരീക്ഷിക്കാം. കൂടാതെ 42.84% വീര്യം കൂടിയതുണ്ട്, വീര്യം കുറഞ്ഞതുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇവർ പറന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം പണിയത്. അങ്ങനെയാണ് 1 മാസം കൊണ്ട് എത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ നാട്ടിലെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഈ നാട്ടിലുള്ളപ്പോൾ എത്രയോ ഫയലുകൾ, 5000-കണക്കിന് ഫയലുകൾ അവിടെ ഏതാണ്ട് ഈ ഗവൺമെൻറ്, പഴയ ഗവൺമെൻറ് തീരുമാനമെടുക്കാതെ മാറിയതിന് ശേഷം 5000-ഓളം ഫയലുകൾ, ഏറ്റവും കുറഞ്ഞത് പുതിയ ഫയലുകൾ 5000-ഓളം ഫയലുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് 2.5 കൊല്ലം മുമ്പ്, അതായത് 2023 ഫെബ്രുവരി 2-ന് ഇവർ കൊടുക്കുകയും പിന്നീട് ഇടക്ക് ഇവർ വന്നിട്ട് ഈ പറയുന്ന പോലെ മഹേഷ് മാധവനൊക്കെ വന്ന്, അതായത് ഇതിൻ്റെ ഇന്ത്യൻ CEO ഒക്കെ വന്ന് ഇവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫയലുകൾ പറക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്ങനെ അടിയന്തിരമായി തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എന്നുള്ളത് തലയിൽ ആൾതാമസമുള്ള, മൂക്ക് കീഴ്പോട്ടുള്ള മലയാളിയോ ബംഗാളിയോ അല്ലെങ്കിൽ ഇനി ബംഗ്ലാദേശിയോ ആയിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാകും എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. പലപ്പോഴും ഫയലുകൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ, അത്ര വേഗത്തിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ ആൾക്ക് തന്നെ അതിൻ്റെ പുറത്തൊരു താല്പര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കൂടാതെ നേരത്തെ പറഞ്ഞ വീര്യം കൂടിയൊരു തള്ളുകൂടി ബക്കാടിക്കാരുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ഫയലുകൾ നീങ്ങും. അപ്പോൾ പറക്കും ഫയലുകൾ കണ്ടുപിടിച്ചിട്ടുള്ള VD സതീശന് എൻ്റെ വളരെ അഭിനന്ദനങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ 10,000 ഫയലുകൾ, ജനത്തിൻ്റെ ഫയലുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ ആവശ്യമുള്ള ഫയലുകളെങ്കിലും വേഗത്തിൽ നീക്കാൻ കഴിയും എന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നതാണ്. ചില ഉദ്യോഗസ്ഥരൊക്കെ 1.5 മിനിറ്റും 2.5 മിനിറ്റും ഒക്കെയാണ് ആ ഫയലിൻ്റെ പുറത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വായിച്ചു, എങ്ങനെ ഒപ്പിട്ടു എന്നുള്ളതിലൊക്കെ നമുക്ക് അതിശയം തോന്നും. അത്ര നൈപുണ്യമുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ക്ലർക്കായോ സെക്രട്ടേറിയറ്റിലേക്ക് ജോലിക്കോ ഒക്കെ അപേക്ഷിക്കുന്ന കുട്ടികൾ നല്ല ബോഡി ഫിറ്റ്നസ് ഉണ്ടാവണം, ചാടാനും കൂടി പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ തലക്ക് മുകളിലൂടെ പുറന്നു പോകുന്ന ഫയലുകൾ എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. VD സതീശൻ നീണാൾ വാഴട്ടെ.